Hi students, welcome back to my Techie channel, Face Vlog. At this time, I will discuss with you the remaining portion of the JDBC program. In the last video, we were discussed about JDBC and explain with a small program how to retrieve data from the database and the connection of the JDBC drivers and everything. Now I would like to add some more features to that program. Okay, I already written that program. You can see that. Open Java folder. This is a last program. We discussed about these things. Okay. Now this time I am going to add insertion. How to insert data through this code and what are the changes affected. Okay. Let us see. Open this code main.java. I have written this code here. As usual, this is a class name main. It's a customized name, and here this is the connection creation. Now we already discussed in the last video. This is the connections for the Oracle. Now in this video I will introduce with the MySQL concept, MySQL database. That's why I use here MySQL database. MySQL data is a link for. This is the path to the MySQL database. The database name is pool and password with username and password here and everything as usual. These programs have written in some other way. Okay. And the next session, how to enter a data, how to enter name, admission number, class through keyboard. So that changes I have been done here. അപ്പോൾ നമ്മൾ കീബോർഡിൽ നിന്ന് എങ്ങനെ ഡാറ്റ എൻ്റർ ചെയ്യാന്നുള്ളതാണ്. നേരത്തെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ കണ്ടിരുന്നത് അല്ലെങ്കിൽ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ കണ്ടത് നേരത്തെ ഉള്ള ഡാറ്റാബേസിനകത്തുള്ള ഡാറ്റനെ എങ്ങനെ ഡിസ്പ്ലേ ചെയ്യാന്നുള്ളതായിരുന്നു അല്ലേ. സെലക്ട് സ്റ്റാർ ഫ്രം സ്റ്റുഡൻറ്റ് എന്നുള്ളൊരു ക്വറി വഴി നമ്മൾ എന്ത് ചെയ്തു, ആ ഡാറ്റയെ കംപ്ലീറ്റ് അതിന് സ്റ്റേറ്റ്മെൻറ്റ് ക്രിയേറ്റ് ചെയ്തിട്ട് ആ സ്റ്റേറ്റ്മെൻറ്റ് എക്സിക്യൂട്ട് ചെയ്താണ് ചെയ്തത്. ഇവിടെ നമ്മൾ റിസൾട്ട് സെറ്റ് വഴി നമ്മൾ എന്ത് ചെയ്തു, 1 by 1 ആയിട്ട് അത് ഒരു വൈൽ ലൂപ്പ് വെച്ചിട്ട് പ്രിൻ്റ് ചെയ്തു. അപ്പോൾ നേരത്തെ ഡാറ്റാബേസിൽ കുറച്ച് ഡാറ്റ ഉണ്ടായിരുന്നു. ഇവിടെ ഞാൻ കുറച്ച് മാറ്റം വരുത്തിയിട്ട് അതേ പ്രോഗ്രാമിൽ കുറച്ച് ആഡ് ചെയ്തിട്ട് ഇൻസേർട്ട് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ കൊടുത്തു. ഇൻസേർട്ട് ചെയ്യാന്നുള്ള കീബോർഡ് വഴി ഡാറ്റ ഇൻസേർട്ട് ചെയ്യണം. അതിന് വേണ്ടി ഞാൻ ചെറിയൊരു മാറ്റം വരുത്തി. അപ്പോൾ സ്കാനർ എന്നുള്ളൊരു കോൺസെപ്റ്റ് അല്ലേ നമുക്കറിയാം. സ്കാനർ എന്നുള്ളത് ഇൻപുട്ട് കൊടുക്കാനും മറ്റിനൊക്കെ ആയിട്ട് ഉപയോഗിക്കുന്ന ഒരു നെയിമാണ്. ക്ലാസ്. അപ്പോൾ ആ ക്ലാസ്സിന് നമുക്കൊരു മെത്തേഡ് ക്രിയേറ്റ് ചെയ്തു. അപ്പോൾ നമ്മളിവിടെ ഇമ്പോർട്ട് ചെയ്യണം കേട്ടോ. നേരത്തെ നമ്മൾ java.sql.star എന്നുള്ള നേരത്തെ നമ്മൾ ഇമ്പോർട്ട് ചെയ്തായിരുന്നു. അത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തു. അപ്പോൾ java.util എന്നുള്ള ഈ ഒരു പാക്കേജസ് അതിലേക്ക് ഇമ്പോർട്ട് ചെയ്താൽ മാത്രമേ നമുക്കിതുപോലുള്ള കുറച്ച് കാര്യങ്ങൾ നമുക്കിവിടെ ഉപയോഗിക്കാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ ഇതിൽ സ്കാനറിന് വേണ്ടി ഞാനൊരു ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്തു, കെ എന്നുള്ള. ആ കെ വെച്ചിട്ടാണ് ബാക്കി കാര്യങ്ങൾ നമ്മൾ ഈ പ്രോഗ്രാമിൽ ഉപയോഗിക്കാൻ പോകുന്നത്. system.out പ്രിൻ്റ് എൻ്റർ അഡ്മിഷൻ നമ്പർ എന്ന കീബോർഡിൽ നിന്ന് നമ്മൾ ചോദിക്കും. എൻ്റർ അഡ്മിഷൻ നമ്പർ എന്ന് പറയുമ്പോൾ നമ്മൾ അഡ്മിഷൻ നമ്പർ നമ്മൾ കൊടുക്കണം, എൻ്റർ ചെയ്യണം. അപ്പോൾ ദാറ്റ് എന്ത് ചെയ്യണം, അഡ്മിഷൻ നമ്പർ ഈക്വൽ ടു അല്ലെങ്കിൽ അഡ്മിഷൻ നമ്പർ ചോദിക്കുമ്പോൾ 101, 103 നമുക്ക് എന്ത് വേണമെങ്കിൽ കൊടുക്കാം. അപ്പോൾ
അവിടെ നമ്മൾ ഉപയോഗിക്കുന്ന k.next എന്നുള്ള സംഗതി നമ്മൾ വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്തു, അഡ്മിഷൻ നമ്പറിന് k.next എന്നുള്ള ഒരു ക്യാരക്ടർ അല്ലെങ്കിൽ സ്ട്രിങ് എന്ന് പറയാൻ വയ്യ, സ്പേസ് ഇല്ലാത്ത രീതിയിൽ, സ്പേസ് ഉപയോഗിക്കാൻ പാടില്ല, ഒരു വേർഡ് നമ്മൾ എൻ്റർ ചെയ്തു. അതിനാണ് k.next എന്നുള്ളത്. ഇവിടെ നമ്മൾ അഡ്മിഷൻ നമ്പർ എന്നിലേക്ക് അത് സ്റ്റോർ ആവും. അഡ്മിഷൻ നമ്പർ സ്ട്രിങ് ആണ്, അപ്പം അതിലേക്ക് സ്റ്റോർ ആവും. സോ ഇവിടെ വിത്തൗട്ട് യൂസിങ് സ്പേസ് ആണ്, സ്പേസ് ഉപയോഗിക്കാൻ പാടില്ല. അടുത്ത ലൈൻ എന്താണ്, സിസ്റ്റം ഡോട്ട് ഔട്ട് ഡോട്ട് പ്രിൻ്റ് എൻ്റർ നെയിം എന്നാണ്. ഇപ്പോൾ എൻ്റർ നെയിം എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും ചിലപ്പോൾ നെയിമുകൾ ഇനീഷ്യലൊക്കെ വരാൻ ചാൻസ് ഉണ്ട്. അപ്പം എക്സാമ്പിൾ പേര് പറയുകയാണെങ്കിൽ ഷക്കീൽ ജുമാൻ എന്ന് പറയുമ്പം ഒരു നെയിമാണ് അല്ലേ. അപ്പോൾ അത് ഷക്കീൽ എന്നുള്ളതും പിന്നെ സ്പേസ് ജുമാൻ എന്ന് പറയുമ്പോൾ രണ്ട് നെയിമുകൾ ആണ് ഒരു നെയിമായിട്ട് ഇവിടെ പരിഗണിക്കുന്നത്. അപ്പോൾ ആ സംഗതി വരുമ്പോൾ നമ്മൾ ഈ വെറും k.next എന്ന് പറഞ്ഞ പോലെ അവിടെ ഉപയോഗിച്ച് കഴിഞ്ഞാൽ അത് റീഡ് ചെയ്യത്തില്ല. റീഡ് ചെയ്യാതെ തൊട്ടടുത്തിലേക്കുള്ള ഇൻപുട്ടുമായിട്ട് പരിഗണിച്ചിട്ട് അതെന്ത് ചെയ്യും, അങ്ങനെ അത് റീഡ് ചെയ്യാൻ സാധ്യതയുണ്ട്. അപ്പോൾ അതുകൊണ്ട് അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിവിടെ ഒരു k.next ലൈൻ എന്നുള്ള കംപ്ലീറ്റ് ആയിട്ടില്ല, ഒരു സ്ട്രിങ് ആയിട്ട് നമ്മൾ പരിഗണിക്കാൻ വേണ്ടിയിട്ടാണ് നെക്സ്റ്റ് ലൈൻ എന്നുള്ളൊരു കോൺസെപ്റ്റ് നമ്മൾ ഉപയോഗിച്ചത് ഇവിടെ. അപ്പം ആദ്യത്തെ ഒരു പേരും രണ്ടാമത്തെ പേരും കൂടിയിട്ട് ഇല്ലെങ്കിൽ അത് സ്പേസ് ആയിട്ട് പരിഗണിക്കും, ഉണ്ടെങ്കിൽ എന്താവും, അതിനെ കൺകാറ്റിനേറ്റ് ചെയ്തിട്ട് നെയിമിൽ കൊണ്ട് സ്റ്റോർ ചെയ്യാന്നുള്ളതാണ്. അപ്പോൾ ഇതില്ലാതെ നിങ്ങൾ ചെയ്ത് നോക്കുക, അപ്പോൾ നമുക്ക് അതിൻ്റെ വ്യത്യാസം മനസ്സിലാക്കാൻ പറ്റും. ഞാനിവിടെ ഇങ്ങനെയാണ് കൊടുത്തത്, നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഇങ്ങനെ ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ എന്താണ് അവിടെ വരുന്ന വ്യത്യാസം എന്നുള്ളത് നിങ്ങൾക്ക് അറിയാൻ പറ്റും. അപ്പം സ്ട്രിങ് മറ്റേത് ഒഴിവാക്കിയിട്ട് സ്ട്രിങ് നെയിം ഈക്വൽ ടു k.next എന്ന് കൊടുത്ത് ഒന്ന് റൺ ചെയ്ത് നോക്കുക. അപ്പോൾ എന്തായിരിക്കും, അപ്പോൾ ആ സമയത്ത് ഇതെല്ലാം എന്ത് ചെയ്യാം, കമൻറ്റ് ചെയ്തിട്ട് ഒന്ന് റൺ ചെയ്തിട്ട് ഒരു 2 നെയിമുള്ള ഒരു ഡാറ്റ, അല്ലെങ്കിൽ ഒരു 2 നെയിം ഉദ്ദേശിച്ചത് അരുൺ ദാസ്, വിപിൻ ദാസ് എന്നൊക്കെ പറയുന്ന പോലെ അങ്ങനത്തെ ഒരു പേര് കൊടുത്തു കഴിഞ്ഞാൽ എങ്ങനെ അത് റീഡ് ചെയ്യുന്നുള്ളത് ശ്രദ്ധിക്കണം. ഓക്കെ, അപ്പോൾ ഇതിവിടെ ഞാൻ കാണിക്കുന്നില്ല. ഇവിടെ വരുമ്പോൾ നമുക്ക് അതേപോലെ ഇനി നമ്മൾ ഉപയോഗിക്കുന്നത് അഡ്മിഷൻ നമ്പർ എന്നുള്ളത് ഞാൻ ഡാറ്റാബേസിൽ ഓൾറെഡി ക്രിയേറ്റ് ചെയ്ത് വെച്ചത് വേർകെയർ ആണ്. അതുകൊണ്ടാണ് ഞാനിവിടെ സ്ട്രിങ്ങിന് വേണ്ടിയിട്ട് ഇങ്ങനെ ഉപയോഗിച്ചത്. സംടൈംസ് ഇഫ് യു റിട്ടേൺ the database, already written the database, the admission number is become integer type, so that time you must use like this in k.next int എന്നുള്ളൊരു കോൺസെപ്റ്റ് ഉപയോഗിക്കുന്നുണ്ട്. k.next int എന്നുള്ള ആ രീതിയിൽ ഉപയോഗിക്കണം. അപ്പോൾ നമ്മുടെ ജസ്റ്റ് ഒന്ന് കാണിക്കാൻ വേണ്ടി, അപ്പോൾ ഇവിടെ നമ്മൾ കൊടുക്കുന്ന രീതി എന്ന് പറയുമ്പം റിട്ടേൺ ടൈപ്പ് ഇൻറ്റീജർ ആയിരിക്കണം. ഓക്കെ, ഇവിടെ റിട്ടേൺ ടൈപ്പ് സ്ട്രിങ് ആണ്, അല്ലെങ്കിൽ ഇത് റോൾ നമ്പർ ഇൻറ്റീജറായിട്ട് റെപ്രസെൻ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇതിൽ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് തൊട്ടടുത്ത് ക്ലാസ് എന്നുള്ള കോൺസെപ്റ്റ് ഉണ്ട് അല്ലേ, സിസ്റ്റം ഡോട്ട് ഔട്ട് ഡോട്ട് പ്രിൻ്റ് എല്ലാം എന്നുള്ളത് എൻ്റർ ക്ലാസ്. അപ്പോൾ അതും കൂടി ഞാൻ എന്ത് ചെയ്തു, ഇപ്പോൾ ക്ലാസ് ഫസ്റ്റ് MCA MSc എന്നൊക്കെ പറയുമ്പോൾ ആ രീതിയിൽ അതിലേക്ക് അഡ്മിഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് അവിടെ നമ്മൾ എന്ത് ചെയ്തു, ഈ ഒരു രീതിയിൽ k.next ഇത്രയും ആയി കഴിഞ്ഞാൽ ഡാറ്റ കംപ്ലീറ്റ് എന്ത് ചെയ്തു, നമ്മൾ കളക്ട് ചെയ്തു എന്നുള്ളതാണ്. ഇനി നമുക്ക് എന്ത് ചെയ്യണം, ഇൻസേർട്ട് ചെയ്യണം. അപ്പോൾ ഇൻസേർട്ട് ചെയ്യൽ എങ്ങനെയെന്നുള്ളതാണ് നമ്മളിവിടെ മെയിനായിട്ട് പറയാൻ പോകുന്നത്. ഇൻസേർട്ടിങ് ഡാറ്റ യൂസിങ് SQL ക്വറി എന്നുള്ളതാണ്. അപ്പം SQL എന്നുള്ളൊരു വേരിയബിളിനെ ക്രിയേറ്റ് ചെയ്തു, അതിലോട്ട് ഇൻസേർട്ട് ഇൻറ്റു സ്റ്റുഡൻറ്റ് ഇസ് എ ടേബിൾ നെയിമാണ്, വാല്യൂസ് അഡ്മിഷൻ നമ്പർ നമ്മളിവിടെ വാങ്ങി വെച്ചിട്ടുള്ള അഡ്മിഷൻ നമ്പർ ഇവിടെ വരും, നെയിം ഇവിടെ വരും, ക്ലാസ് എന്നുള്ളത് ഞാനിവിടെ ക്ലാസ് എന്നുള്ളൊരു പേര്, നമുക്കിവിടെ ക്ലാസ് എന്നുള്ള ഇങ്ങനെ കൊടുക്കാൻ പറ്റത്തില്ല, കാരണം ഇതൊരു ക്ലാസ് ഓൾറെഡി കീവേഡാണ്. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ആ ഒരു പ്രശ്നം ഒഴിവാക്കാൻ വേണ്ടി അല്ലാത്ത രീതിയിലുള്ള പേര് കൊടുക്കണം. അപ്പോൾ CLS എന്ന് കൊടുത്താണ്, CLS. ഇത്രയും സംഗതി കൊടുക്കുമ്പോൾ നമുക്ക് ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ, ഇവിടെ പാസ് ചെയ്യുന്നത് ഡാറ്റാബേസിൽ ഞാൻ ഓൾറെഡി ഉണ്ടാക്കി വെച്ചിട്ടുള്ള എല്ലാ ഫീൽഡുകളും വേർകെയറാണ്. അതുകൊണ്ട് തന്നെ ഇവിടെ പാസ് ചെയ്യുമ്പം ക്യാരക്ടർ ആയതുകൊണ്ട് തന്നെ പാസ് ചെയ്യുമ്പം ഇതെല്ലാം സിംഗിൾ കോട്ട് അകത്ത് വെച്ചിട്ട് വേണം കൊടുക്കാൻ, ഇതുപോലെ വേണം പാസ് ചെയ്യാൻ.
അതെല്ലാം നിങ്ങൾ ഉപയോഗിക്കുന്നത് ഇൻറ്റീജർ ടൈപ്പ് ആണെന്നുണ്ടെങ്കിൽ, ഇൻറ്റീജർ ടൈപ്പ് ആണ് അഡ്മിഷൻ നമ്പർ എന്നുണ്ടെങ്കിൽ ഈ കോട്ട് ഒഴിവാക്കുക, സിംഗിൾ കോട്ട് ഒഴിവാക്കുക. പിന്നെ ഈ ഡാറ്റാബേസ് കണക്ട് ചെയ്തത് ഞാൻ MySQL ഡ്രൈവറാണ്, ഒറാക്കിൾ അല്ല. ഒറാക്കിൾ ആയിരുന്നുവെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു ഡ്രൈവറായിരുന്നു അവിടെ ഉപയോഗിക്കേണ്ടിയിരുന്നത്. അതിന് പകരം ഞാൻ ഉപയോഗിച്ചത് class.49. സോ വി ഓൾറെഡി ഡിസ്കസ്ഡ് അബൌട്ട് ദാറ്റ് അല്ലേ. 49 എന്നുള്ളത് രജിസ്ട്രേഷന് വേണ്ടിയിട്ടാണ്, നമ്മളൊരു ക്ലാസ്സിനെ രജിസ്റ്റർ ചെയ്യണമെന്ന് പറഞ്ഞു, അതിന് വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ നമ്മൾ ആ രജിസ്ട്രേഷന് വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന ക്ലാസ് എന്ന് പറയുന്നത് എന്താണ്, MySQL ഡ്രൈവറാണ്. അപ്പോൾ അതാണ് നമ്മൾ ആദ്യം രജിസ്റ്റർ ചെയ്തത്. com.mysql.cj.jdbc.driver എന്ന അകത്ത് നമ്മൾ എന്ത് ചെയ്തു, അതൊരു ഇൻവെർട്ടർ കോഡ്സിലിട്ടിട്ട് നമ്മൾ പാസ് ചെയ്തു. പിന്നെ നമ്മൾ ഒരു രജിസ്ട്രേഷൻ ചെയ്ത് കഴിഞ്ഞാൽ ദ നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ ക്രിയേറ്റ് എ കണക്ഷൻ എന്നുള്ളതാണ് അല്ലേ. ക്രിയേറ്റ് എ കണക്ഷൻ. അപ്പോൾ ക്രിയേറ്റ് എ കണക്ഷൻ എന്ന് പറയുമ്പോൾ രണ്ടാമത്തെ സ്റ്റെപ്പ് വി ഓൾറെഡി ലേൺഡ് അബൌട്ട് ദാറ്റ്. ദർ ആർ 5 സ്റ്റെപ്സ് അല്ലേ. ഒന്ന് രജിസ്ട്രേഷൻ, വേറെ ഒന്ന് കണക്ഷൻ ക്രിയേറ്റ് ചെയ്യുക, പിന്നെ സ്റ്റേറ്റ്മെൻ്റ് ആയിരുന്നു മൂന്നാമത്, നാലാമത് എക്സിക്യൂഷൻ ആയിരുന്നു, അഞ്ചാമത് ആ കണക്ഷനെ ക്ലോസ് ചെയ്യുക എന്നുള്ളതാണ് അല്ലേ. അപ്പോൾ നമ്മൾ ഇവിടെ പറയുന്നത് കണക്ഷനാണ്. അപ്പോൾ ഈ കണക്ഷൻ എന്നുള്ളത് കണക്ഷനെ ക്രിയേറ്റ് ചെയ്യാൻ കണക്ഷന് വേണ്ടിയിട്ട് നമ്മളിവിടെ ഉപയോഗിച്ച ഡ്രൈവർ മാനേജർ ഗെറ്റ് കണക്ഷൻ കൊടുത്തു. ഗെറ്റ് കണക്ഷൻ ഇവിടെ നമ്മൾ URL, നേരത്തെ ആ URL ഇവിടെ വാങ്ങി വെച്ചിട്ടുണ്ട്. എവിടെയാണത്, ഇതാണ് URL നമ്മളിവിടെ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഇതിപ്പം ഒറാക്കിളിൻ്റെ URL ആണ്. ഇവിടെ നമ്മൾ നമ്മൾ MySQL URL ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത് ഡാറ്റാബേസിലേക്കുള്ള പാത്ത് എന്ന് വേണമെങ്കിൽ പറയാം. ആ പാത്ത് അതാണ് നമ്മളിവിടെ കൊടുത്തത്. ഇതിന് മുന്നത്തെ പ്രോഗ്രാമിൽ നമ്മളിവിടെ ഇതിനകത്ത് വെച്ചിട്ടായിരുന്നു കൊടുത്തിരുന്നത്. കൂടാതെ യൂസർ നെയിമും പാസ്വേഡും നമ്മൾ ആ വാങ്ങി വെച്ചിട്ട് ഇവിടേക്ക് പാസ് ചെയ്തു. പിന്നെ നമ്മൾ എന്ത് ചെയ്തു, ഇപ്പോൾ കണക്ഷനൊക്കെ ഓക്കെ ആയി ആണെങ്കിൽ എന്ത് ചെയ്യണം, ഇതിന് സ്റ്റേറ്റ്മെൻറ്റ് ക്രിയേറ്റ് ചെയ്യണം. സ്റ്റേറ്റ്മെൻറ്റ് ക്രിയേറ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ സ്റ്റേറ്റ്മെൻറ്റ് എന്തിനു വേണ്ടിയിട്ടാണ്, ദിസ് ക്വറി സെൻഡ് ടു ദി ഡാറ്റാബേസ് എന്നുള്ളതാണ്. ഈ ക്വറിനെ ഡാറ്റാബേസിലേക്ക് സെൻഡ് ചെയ്യണം, അതിന് വേണ്ടിയിട്ടുള്ള സംഗതിയാണ് സ്റ്റേറ്റ്മെൻറ്റ് ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളത്. അപ്പോൾ അതിന് സ്റ്റേറ്റ്മെൻറ്റിന് നമ്മൾ ഉപയോഗപ്പെടുത്തി കണക്ഷൻ വെച്ചിട്ട് എന്ത് ചെയ്യണം, അതിന് ക്രിയേറ്റ് സ്റ്റേറ്റ്മെൻറ്റ് ഇതിനെ ഡാറ്റാബേസിലേക്ക് പാസ് ചെയ്യണം. അപ്പോൾ അത് പാസ് ചെയ്താൽ മാത്രം പോരാ, പിന്നെ എന്ത് ചെയ്യണം, ക്വറിയെ നമ്മൾ എക്സിക്യൂട്ട് ചെയ്യണം എന്നുള്ളതാണ്. എക്സിക്യൂഷൻ സംഭവിക്കണം, അതാണ് അടുത്തത്. അപ്പോൾ നമ്മൾ വൺസ് ക്രിയേറ്റ് എ സ്റ്റേറ്റ്മെൻറ്റ് ദെൻ ടു വിൽ ബി എക്സിക്യൂട്ട് എന്നുള്ളതാണ്. എക്സിക്യൂട്ട് ചെയ്യണം, അല്ലെങ്കിൽ അത് എന്തായിരിക്കില്ല, വർക്ക് ആകത്തില്ല എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ ഈ വർക്ക് ചെയ്യണം എന്നുണ്ടെങ്കിൽ ഇപ്പം ഇവിടെ നമ്മൾ ഉപയോഗിക്കുന്നത് ഇൻസേർട്ട് എന്നുള്ളൊരു ക്വറിയാണ് അല്ലേ. ഇൻസേർട്ട് ചെയ്യാൻ ഡാറ്റ നമ്മൾ ടേബിളിലേക്ക് ഇൻസേർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. അപ്പോൾ താഴെ പറയുന്നുണ്ട്, നേരത്തെ എഴുതി വെച്ചിട്ടുള്ള അല്ലേ ഒരു പ്രോഗ്രാം ഇവിടെ ഉണ്ടായിരുന്നു, നമുക്ക് നോക്കാം. അപ്പോൾ അതിലെന്തൊക്കെ മാറ്റം വരുത്തിയിട്ട് നമുക്ക് നോക്കിയിട്ട് അതിലേക്ക് എന്ത് ചെയ്യാം, പുതിയ ഇതിപ്പം ഈ ഒരു പ്രോഗ്രാമിൽ ഇത് ഇൻസേർട്ട് ചെയ്യുന്നതോട് കൂടി തന്നെ എന്ത് ചെയ്യണം, ഡാറ്റ നമുക്ക് ഡിസ്പ്ലേ ചെയ്യുന്നതിലേക്ക് ഇത് മാറ്റിയെടുക്കാം. ഈ ഒരു പ്രോഗ്രാം നമുക്ക് മാറ്റിയെടുക്കാം. അപ്പോൾ എന്തൊക്കെ മാറ്റങ്ങൾ വരുന്നതെന്നുള്ളത് നമുക്ക് നോക്കാം. അപ്പോൾ ഇതിൽ നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ ഇതാ സ്റ്റേറ്റ്മെൻറ്റ് എന്നുള്ള ഇവിടെ എത്തി സ്റ്റേറ്റ്മെൻറ്റ് ക്രിയേറ്റ് ചെയ്തു. അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യണം, ആ ഒരു ഇൻസേർട്ട് എന്നുള്ള ആ ക്വറിയെ വെച്ചിട്ട് അല്ലെങ്കിൽ ആ ഇൻസേർട്ട് എന്നുള്ള നമ്മൾ ഈ സ്റ്റേറ്റ്മെൻറ്റിനെ എക്സിക്യൂട്ട് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ അതിന് വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്നത് ഇവിടെ എക്സിക്യൂട്ട് അപ്ഡേറ്റ് എന്നുള്ള ഒരു കമാൻഡാണ്. എക്സിക്യൂട്ട് അപ്ഡേറ്റ് എന്നുള്ള മെത്തേഡ് വഴിയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഈ ഒരു സംഗതി നമ്മൾ ഉപയോഗിക്കുന്നത്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ചെയ്തിരുന്നത് ഇങ്ങനെയായിരുന്നു അല്ലേ. ഇവിടെ നമ്മൾ ഉപയോഗിച്ചത് റിസൾട്ട് സെറ്റ് എന്ന് പറഞ്ഞു. എന്നിട്ട് എന്ത് ചെയ്തു, നമ്മൾ കണക്ഷനൊക്കെ ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഇവിടെ കണ്ടു റിസൾട്ട് സെറ്റ്. ഈ റിസൾട്ട് സെറ്റിലേക്ക് എന്ത് ചെയ്യണം, ഡാറ്റാബേസിനകത്തുള്ള ക്വറി വെച്ചിട്ട് കിട്ടുന്ന റിസൾട്ടിനെ കംപ്ലീറ്റ് റിസൾട്ട് സെറ്റിൽ കൊണ്ട് സ്റ്റോർ ചെയ്യണം. അത് സ്റ്റേറ്റ്മെൻറ്റ് ഡോട്ട് എക്സിക്യൂട്ട് ക്വറി എന്നായിരുന്നു. അപ്പോൾ ആ എക്സിക്യൂട്ട് ക്വറി എന്നുള്ളത് ആ ക്വറി എക്സിക്യൂട്ട് ചെയ്യാൻ വേണ്ടി നമ്മൾ ഇവിടുന്ന് അയച്ചു. പക്ഷേ അവിടേക്ക് എന്താണ് എക്സിക്യൂട്ട് ചെയ്യേണ്ടത്, ഈ ഒരു ക്വറിയാണ് എക്സിക്യൂട്ട് ചെയ്യേണ്ടത്. സെലക്ട് സ്റ്റാർ ഫ്രം സ്റ്റുഡൻറ്റ് എന്നുള്ള ഈ ഒരു ക്വറിയാണ് എക്സിക്യൂഷൻ ചെയ്യേണ്ടിയിരുന്നത്. അപ്പോൾ അത് ചെയ്ത് കഴിയുമ്പോൾ നമുക്കൊരു റിസൾട്ട് കിട്ടും. ആ റിസൾട്ട് ഇവിടെ കൊണ്ടുപോയി സ്റ്റോർ ചെയ്യും. പിന്നെ അത് നമ്മൾ 1 by 1 ആയിട്ട് എടുത്ത് നമ്മൾ പ്രിൻറ്റ് ചെയ്തു എന്നുള്ളതാണ്. ഇവിടെ നമുക്ക് നോക്കാം. ഇതിൽ നമുക്ക് അങ്ങനെ ഒരു റിസൾട്ട് സെറ്റ് എന്നുള്ള കോൺസെപ്റ്റ് അല്ല ഇവിടെ വരുന്നത്. ഇതിന് പകരം നമ്മൾ ഇൻസേർഷൻ അവിടെ കൊടുക്കുന്നത് അല്ലേ, ഡാറ്റാബേസിലേക്ക് ഡാറ്റ ഇൻസേർട്ട് ചെയ്യുക. അപ്പോൾ നമ്മൾ സ്റ്റേറ്റ്മെൻറ്റ് ക്രിയേറ്റ് ചെയ്തു.
ആ സ്റ്റേറ്റ്മെൻറ്റ് ഉപയോഗപ്പെടുത്തിയിട്ട് നമ്മൾ എന്ത് ചെയ്തു, ആ എക്സിക്യൂട്ട് ക്വറി അല്ലെങ്കിൽ ആ ക്വറീനെ നമ്മൾ അപ്ഡേറ്റ് ചെയ്തു, ഇൻസേർട്ട് ചെയ്തു. SQL എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നേരത്തെ നമ്മളിവിടെ വാങ്ങി വെച്ചിട്ടുള്ള ഈ ഡാറ്റ, അതായത് ഇവിടെ നമ്മൾ പറയുന്നുണ്ട് ഇൻസേർട്ട് ഇൻ ടു സ്റ്റുഡൻറ്റ് വാല്യൂസ് എന്നുള്ള ഈ ഒരു സംഗതി. അപ്പോൾ ഇത് അഡ്മിഷൻ നമ്പറും നെയിമും ക്ലാസ്സൊക്കെ നമുക്ക് കീബോർഡ് വഴി നമ്മൾ എൻ്റർ ചെയ്തത് എല്ലാം ഇവിടെ വരും. അതിന് ശേഷം ആ ഒരു ഡാറ്റ എന്ത് ചെയ്തു, ഇവിടെ ഇതിനകത്ത് ആ കംപ്ലീറ്റ് ക്വറി ഇതിനകത്തോട്ട് വരും. ഇതിനകത്തോട്ട് വന്നു കഴിഞ്ഞാൽ ഇത് സക്സസ്ഫുള്ളി അപ്ഡേറ്റഡ് ആണെന്നുണ്ടെങ്കിൽ, സക്സസ്ഫുള്ളി ഇൻസേർട്ടഡ് ആണെന്നുണ്ടെങ്കിൽ എന്തായിരിക്കും സംഭവിക്കുക? നേരത്തെ പറഞ്ഞ പോലെ ഇവിടെ നമ്മൾ റിസൾട്ട് കംപ്ലീറ്റ് ഇവിടെ സ്റ്റോർ ചെയ്യുന്നതിന് പകരം ഇവിടെ നമ്മൾ സംഭവിക്കുന്നത്, ഇപ്പോൾ നമ്മൾ ഇവിടെ ഒരു ക്വറി മാത്രമാണ് ഇവിടെ പാസ് ചെയ്യുന്നത്. അപ്പം ഇതിനകത്ത് സക്സസീവ് ആണെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ റിസൾട്ട് വരിക ഇവിടെ 1 എന്നായിരിക്കും. കാരണം ഇവിടെ നമ്മൾ പാസ് ചെയ്തിട്ടുള്ള ക്വറി ഇൻസേർട്ട് ഇൻ ടു സ്റ്റുഡൻറ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ അഡ്മിഷൻ നമ്പർ ഇപ്പം 110, അരുൺ, ഫസ്റ്റ് MCA എന്ന് പറയുമ്പം ആ ഒരു ഡാറ്റാബേസിൽ പോയിട്ട് ഇൻസേർട്ട് ചെയ്ത് കഴിഞ്ഞാൽ, ഇൻസേർഷൻ ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ നമ്മൾ സക്സസ്ഫുള്ളി ഇൻസേർട്ടഡ് എ റോ അല്ലേ, 1 റോ എന്നാണ് നമ്മൾ ഒരു റോ ആണ് അല്ലെങ്കിൽ ഒരു റെക്കോർഡാണ് നമ്മളിവിടെ എന്ത് ചെയ്തത്, ഡാറ്റ നമ്മൾ ഡാറ്റാബേസിലേക്ക് എൻ്റർ ചെയ്തത്. അപ്പോൾ ഇവിടെ m=1 എന്നുള്ള ഒരു രീതിയിലാണ്. അപ്പോൾ m=1 എന്നുള്ള കോൺസെപ്റ്റ് ഓക്കെ ആണെങ്കിൽ നമുക്ക് കിട്ടിയ വാല്യൂ m എന്നുള്ളത് 1 ആണ് എന്നുണ്ടെങ്കിൽ അതിനർത്ഥം ആ ക്വറീനെ സക്സസ്ഫുള്ളി ആയിട്ട് ഇൻസേർട്ട് ചെയ്തു എന്നുള്ളതാണ്. അതല്ല എന്തെങ്കിലും പ്രശ്നങ്ങളോ എന്തെങ്കിലും വേറെ എന്തെങ്കിലും എറേഴ്സോ എക്സെപ്ഷൻസോ വന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അത് ഫെയിലിയറായിട്ട് പോവുകയില്ല. അപ്പം ഓക്കെ, നമുക്ക് ഇതൊരു സംഗതി നോക്കാം. അപ്പം ഇത് ചെയ്ത് ഡാറ്റ ഇൻസേർഷൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യണം, ഇൻസേർട്ട് ചെയ്ത വാല്യൂ നമുക്ക് ഡിസ്പ്ലേ ചെയ്യിക്കണം. അത് നമ്മൾ നേരത്തെ കഴിഞ്ഞ ക്ലാസ്സിൽ ചെയ്ത പ്രോഗ്രാമാണ് അല്ലേ. വി ഓൾറെഡി ഡിസ്കസ്ഡ് അബൌട്ട് ആൻഡ് വി റൺ ദ കോഡ് ഓൾറെഡി അല്ലേ, നമ്മൾ എക്സിക്യൂട്ട് ചെയ്ത് ആ കോഡൊക്കെ റൺ ചെയ്ത് നോക്കിയതാണ്. അപ്പോൾ ഇതിൽ നമുക്ക് കാണാൻ പറ്റും, നമ്മൾ ചെയ്യുമ്പം വൈൽ ലൂപ്പ് ഉപയോഗപ്പെടുത്തിയിട്ട് വൈൽ ലൂപ്പിനകത്ത് നമ്മൾ rs.next എന്ന് വെച്ച് നമ്മൾ എന്ത് ചെയ്തു, 1 by 1 ആയിട്ട് അതിനുള്ള ഡാറ്റ നമ്മൾ പ്രിൻറ്റ് ചെയ്തതുപോലെ അത് ഇവിടെ കൊണ്ടുപോയി ഞാൻ അപ്പോൾ നമ്മൾ റിസൾട്ട് സെറ്റാണ് ഇവിടെ ഉപയോഗിക്കുന്നത്. റിസൾട്ട് സെറ്റ് സെയിം സ്റ്റേറ്റ്മെൻറ്റ് ഉപയോഗിച്ചു. റിസൾട്ട് സെറ്റ് സ്റ്റേറ്റ്മെൻറ്റ് എക്സിക്യൂട്ട് ക്വറി സെലക്ട് സ്റ്റാർ ഫ്രം സ്റ്റുഡൻറ്റ്, അതേ ക്വറി എന്നിട്ട് എന്ത് ചെയ്തു, സ്റ്റുഡൻസ് ഇൻ ദി ലിസ്റ്റ് എന്ന് പറഞ്ഞിട്ട് താഴെ ഞാൻ വൈൽ rs.next എന്ന് പറഞ്ഞു. അതിനകത്തുള്ള ഓരോ ഡാറ്റയും ഓരോ റോയിനും അല്ലെങ്കിൽ ഓരോ റെക്കോർഡ്സും 1 by 1 ആയിട്ട് പ്രിൻ്റ് ചെയ്യാൻ വേണ്ടി പറഞ്ഞു. അതാണ് ഈ ഒരു വൈൽ ലൂപ്പ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതുമാത്രമല്ല അതിലുള്ള കംപ്ലീറ്റ് ഫീൽഡുകൾ, അതിലുണ്ടായിരുന്ന ഫീൽഡ് എന്ന് പറഞ്ഞത് ഫസ്റ്റ് അഡ്മിഷൻ നമ്പർ, സെക്കൻഡ് നെയിം, തേർഡ് ക്ലാസ്, അങ്ങനെ 3 പ്രിൻ്റ് ചെയ്യാൻ വേണ്ടി പറഞ്ഞു. ഇതെല്ലാം കംപ്ലീറ്റ് സക്സസീവ് അല്ലെങ്കിൽ സക്സസ്ഫുള്ളി കംപ്ലീറ്റഡ് ആണെന്നുണ്ടെങ്കിൽ അണ്ടിൽ ദ ലാസ്റ്റ് റെക്കോർഡ് അല്ലേ, ലാസ്റ്റ് റെക്കോർഡ് വരെ അത് പ്രിൻ്റ് ചെയ്യണം. പ്രിൻ്റ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം എന്താണ് കണക്ഷൻ നമ്മൾ ക്ലോസ് ചെയ്യണം. അതാണ് ദിസ് 5th സ്റ്റെപ്പ്. കണക്ഷനെ ക്ലോസ് ചെയ്യുക എന്നുള്ളതാണ് 5th സ്റ്റെപ്പായിട്ട് പറയുന്നത്. ഇത്രയും ആയി കഴിഞ്ഞാൽ നമ്മൾ ഈ പ്രോഗ്രാം എന്ത് ചെയ്തു, ഇൻസേർഷൻ കഴിഞ്ഞു. അപ്പോൾ നമുക്കിവിടെ എന്തെങ്കിലും കാച്ചിങ് സമയത്ത് എന്തെങ്കിലും എറേഴ്സോ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവുകയാണെങ്കിൽ അതിനെ ട്രൈ ക്യാച്ച് ചെയ്യുന്ന മെത്തേഡ് ഉപയോഗപ്പെടുത്തിയിട്ട് നമ്മളതിനെ എക്സെപ്ഷൻ ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ വളരെ സിമ്പിളായിട്ടുള്ള പ്രോഗ്രാമാണ്. ഡാറ്റാബേസ് കണക്ടിവിറ്റി എന്ന് പറഞ്ഞാൽ ജാവ JDBC എന്നൊക്കെ പറയുമ്പോൾ വലിയൊരു പ്രോബ്ലമായിട്ട് സാധാരണ പറയാറുണ്ട്. അങ്ങനെയൊന്നുമില്ല, വളരെ നല്ല രീതിയിൽ നമുക്കത് കൈകാര്യം ചെയ്യാൻ പറ്റും. ഇതിലേക്ക് ഇനിയും നമുക്ക് എന്ത് ചെയ്യാം, ഡെലീഷനെ കൊണ്ടുവരാം, നമ്മൾ കൊടുത്ത ഡാറ്റിന് അപ്ഡേഷൻസ് കൊണ്ടുവരാം. ഇതെല്ലാം നിങ്ങൾ ഈ ഒരു പ്രോഗ്രാമിനെ ഉപയോഗപ്പെടുത്തിയിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, മാറ്റങ്ങൾ വരുത്തി നോക്കാം. ഞാൻ ജസ്റ്റ് ഒരു ഇൻട്രൊഡക്ഷൻ തരിക എന്ന് മാത്രമേ ഞാൻ ഉദ്ദേശിച്ചിട്ടുള്ളൂ. മാത്രമല്ല ഇതിലിപ്പോൾ നമ്മൾ ചെയ്തത് ഓരോ പ്രാവശ്യം എന്ത് ചെയ്യുകയാണ്, ഡാറ്റിനെ അതിലേക്ക് ഇങ്ങനെ ഇൻസേർട്ട് ചെയ്യുമ്പോഴും ഈ കോഡ് അല്ലെങ്കിൽ ഈ ഒരു പ്രോഗ്രാം ഓരോ പ്രാവശ്യം റൺ ചെയ്യണം. ഒരു റെക്കോർഡ് റൺ ചെയ്യണമെങ്കിൽ ഒരു പ്രാവശ്യം കോഡിനെ റൺ ചെയ്യണം, രണ്ടാമത്തെ പ്രാവശ്യം പിന്നെ റൺ ചെയ്യണം. നമുക്കിതൊരു വൈൽ ലൂപ്പോ അല്ലെങ്കിൽ ഡു വൈൽ ലൂപ്പോ ഒക്കെ ഉപയോഗപ്പെടുത്തിയിട്ട് ആ രീതിയിലൊക്കെ നമുക്ക് എന്ത് ചെയ്യാം, ഒരു മെനു ഡ്രിവൺ പ്രോഗ്രാം ഉപയോഗപ്പെടുത്തിയിട്ട് നമുക്ക് എത്ര പ്രോഗ്രാംസ് ഉണ്ടോ അല്ലെങ്കിൽ എത്ര റെക്കോർഡ്സ് ഉണ്ടോ അത്രയും റെക്കോർഡ്സ് കംപ്ലീറ്റ് ഡാറ്റ എൻ്റർ ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ഈ പ്രോഗ്രാം ക്ലോസ് ചെയ്യുന്ന രീതിയിലൊക്കെ ചെയ്യാൻ പറ്റും. അതൊക്കെ നിങ്ങൾ ചെയ്ത് നോക്കണം എന്നുള്ളതാണ് പറയുന്നത്. ഓക്കെ, എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കോൺടാക്റ്റ് ചെയ്യാം, സംശയങ്ങൾ ചോദിക്കാം.
അതേപോലെ ഇതിൽ സാധാരണ രീതിയിൽ കണക്ഷൻസ് ക്രിയേഷൻ വരുന്ന സമയത്തായിരിക്കും എറേഴ്സ് കാണിക്കുക. ആ എറേഴ്സുകൾ പരമാവധി ഞാൻ സോൾവ് ചെയ്യാൻ നോക്കിയിട്ടുണ്ട്. എന്തെങ്കിലും എറേഴ്സ് ഉണ്ടെങ്കിൽ അതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് എനിക്ക് സെൻഡ് ചെയ്യാം, ഞാനത് പറഞ്ഞുതരാം. അതേപോലെ ഇതിൽ നമുക്ക് ചെയ്യേണ്ടത് ഈ പ്രോഗ്രാമിൻ്റെ കംപ്ലീറ്റ് കോഡ് ഇതിൻ്റെ സോഴ്സ് കോഡ്, ഇപ്പോൾ ഇവിടെയുള്ള കംപ്ലീറ്റ് സോഴ്സ് കോഡ് ഞാൻ എൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്കത് ഡൗൺലോഡ് ചെയ്ത് റൺ ചെയ്ത് നോക്കാം. Okay, now let us see how to run this program. Okay, this is our previous program. You can run with press Ctrl Alt T together from the keyboard. It will open a new window, terminal window, and change the directory CD, desktop, and Java. Okay, this is our new program. It's our old program. Okay, what we see in the database, run the previous now we can run the previous program, Java MySQL connection con. So no need to compile, we already done that, and just run the program. Wow, these things are in the database, the student table. Okay, how many records are there? 1 2 3 4 5 6 7 8 9 records are there. Okay, now we can run our new program. Just before going to run the program, compile our new program. This is our new program, main.java. So Java C main, Java C main.java. So okay, it's fine, there is no errors, nothing, no exceptions. Now it's ready to run the program. Java main, enter. It will ask enter admission number. Okay, I'm going to give 113, something like that. Enter admission number. So admission number is 113, and enter the name. I'm going to give the name Imla Juman. Imla Juman. This one name. Enter class first MCA. See, wow, this program runs successfully and insert records is 113 Imla Juman. This is a one string and first MCA. This record into the insert into the database, and then is displayed all records together. Okay, students, I hope this program is very helpful for you. Have a nice day. Thank you for watching my video. If you like this, subscribe and share.